രവി മാഡം 1 സെക്കൻഡ്. എന്താ ആ സുജയും സുരേഷും ജസ്റ്റിസ് മെനോന്റെ ചെറുമക്കൾ അവർ ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയിട്ടില്ലെങ്കിൽ എത്തണ്ട. We were very clear and specific about the departure. Latest by 5 o'clock. എല്ലാവരോടും അങ്ങനെയല്ലേ പറഞ്ഞത്? ഇവർ മാത്രം എങ്ങനെ എക്സെപ്ഷൻ ടു ദ റൂൾ ആകുന്നത്? ഞാൻ അവിടേക്ക് വിളിച്ചു നോക്കി, പക്ഷെ അവിടെ ആരും ഫോൺ പിക്ക് ചെയ്യുന്നില്ല. ഇതൊരു പുലിവാലായല്ലോ. ഇത്രയൊക്കെ നിയമം അറിയുന്ന ആള് തന്നെ അതൊക്കെ തെറ്റിക്കാന്ന് വന്നാ. ആ ഫുഡ് ഒന്ന് വേഗം പാക്ക് ചെയ്തു കേട്ടോ. ഓക്കെ സാർ. എന്താടാ ലേറ്റ് ആയോ? ഇത്തിരിയൊന്നുമല്ല, ഒത്തിരി. ഫുഡ് പാക്കറ്റ് ഒന്ന് കിട്ടിക്കോട്ടെ, മുത്തച്ഛനൊരു പറപ്പിക്കലല്ലേ. മുത്തച്ഛ വേണ്ട, അല്ലെങ്കിലും പപ്പ പറയാറുണ്ട് മുത്തച്ഛൻ ഈയിടെ ചെത്തിത്തിരി കൂടുതലാ. ഒന്ന് പോവാൻ പറയടാ നിന്റെ പപ്പയോട്. അവൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ കാർ ഓടിക്കാൻ തുടങ്ങിയതാ. ഉറപ്പാണോ? വിളച്ചിട്ട് പറ. അതെ, ഞങ്ങളെ വിട്ടിട്ട് എന്താ പരിപാടി? ഞാനോ? ഞാനേ ഒന്ന് അടിച്ചു പൊളി. പ്ലീസ് മുത്തച്ഛ, കുറച്ചുകൂടി സ്പീഡ് ആവാം. അല്ലെങ്കിലും ആ സൗമ്യ മിസ് വഴക്ക് പറയാൻ കാരണം നോക്കിയിരിക്കാം. അതെനിക്ക് വിട്, ഞാൻ ടാക്കിൾ ചെയ്തോളാം. ഒരു വഴക്കും പറയില്ല. അവര് വെറും സൗമ്യല്ലേ ഇല്ലടാ. ഗുഡ് മോർണിംഗ്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. ഞങ്ങൾക്ക് അറിയായിരുന്നു തക്കതായി എന്തെങ്കിലും കാരണമില്ലാതെ സാർ ലേറ്റ് ആവില്ലെന്ന്. ഓക്കെ സർ, ഇനി വൈകിക്കുന്നില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് ബൈ സർ. ആ മക്കളെ, ഹിൽ ടോപ്പിലും വെള്ളച്ചാട്ടത്തിനടുത്തൊക്കെയാ പോകുന്നത്, സൂക്ഷിക്കണം. എൻജോയ് യുവർസെൽഫ്. അതൊക്കെ ശരി, പക്ഷെ മോശമായി പോയി. എന്ത്? കള്ളം പറഞ്ഞതിന് എത്ര പേരെ തൂക്കിയിട്ടുണ്ട്, എന്നിട്ടിപ്പോ ഒരു ഉളുപ്പും ഇല്ലാതെ ബ്രേക്ക് ഡൗൺ ആയപ്പോ. പെൻഷനായ പിന്നെ ഇഷ്ടം പോലെ കള്ളം പറയാം. മുത്തശ്ശ, ടേക്ക് കെയർ. ഒറ്റയ്ക്കാ ഉള്ളത്, ഓർമ്മ വേണം. ശരി മുത്തശ്ശി. എവിടെയും പോലീസ് ഇറങ്ങുന്നോ നോക്കിയിരിക്കുക, ക്യാമറയും നോക്കി ഇറങ്ങാൻ. എന്റെ കൈ മെനക്കെടുത്താതെ ഇതെല്ലാം വാരിക്കെട്ടി സ്ഥലം വിടാൻ നോക്ക്. കൈ മെനക്കെടുത്തുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ. നിങ്ങൾ ചെയ്യുന്ന ജോലി നാട്ടുകാർ കാണുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? തന്റെ ഈ ഒടുക്ക് ക്യാമറ കണ്ടാലുടനെ കവാത്ത് മറക്കണ ഉണക്ക പോലീസുകാരനല്ല ഞാൻ. SI ജോൺ വർഗീസിനെ അതിന് കിട്ടില്ല. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ കയ്യൊപ്പോട് കൂടിയ ഒരു തുണ്ട് കടലാസിന്റെ ബലത്തിൽ ഒരു നേരത്തെ അഷ്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ പാവങ്ങളുടെ ജീവിതം താൻ തല്ലി തകർക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. അത് ഈ നാട്ടിലെ ജനങ്ങളും കൂടി അറിയണം. ഫ്രെഡി, come on. വെൽക്കം ബാക്ക് ടു ട്രൂ വിഷൻ. മെറൈൻ ഡ്രൈവിലെ ഈ 1 ഏക്കർ 30 സെന്റ് സ്ഥലം
XMP ഐസക് തോമസ് റവന്യൂ വകുപ്പിന്റെ സ്പെഷ്യൽ ഓർഡറിലൂടെ 90 വർഷത്തെ പാട്ടത്തിന് സംഘടിപ്പിച്ചെടുത്തു. പതിവ് പോലെ തന്റെ സുഹൃത്തായ അബ്കാരി സച്ചിദാനന്ദനുമായുള്ള ഒരു കൂട്ടു ബിസിനസ്. ഇനി എല്ലാ കോർപ്പറേഷൻ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഒരു ഹൈഫൈ മൾട്ടിപ്ലക്സ് വരും. അത് പണിയാനുള്ള മെറ്റീരിയൽസ് നിറച്ച ലോറികൾ ഇവിടെ കയറി ഇറങ്ങുന്നത് ഈ പാവങ്ങളുടെ നെഞ്ചത്തു കൂടിയാവണം. പോലീസിന്റെ കയ്യേറ്റ ശ്രമങ്ങളെ ചേർത്തുകൊണ്ടാണ് ഈ സ്റ്റോറി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ബൈ. തീർന്നിട്ടില്ല. കഥയുടെ ശേഷം ഭാഗം സ്ക്രീനിൽ ഇന്ന് വൈകിട്ട് 9 മണിക്ക് ട്രൂ വിഷൻ ചാനൽ. വിഷ് യു എ ഹാപ്പി വ്യൂ. എങ്ങനെ രാത്രി 9 മണിക്ക് അല്ലേ? എടുക്കണ കാസറ്റ്. അയാൾ പറഞ്ഞ ന്യായമല്ലേ? അയാളൊരു പത്രക്കാരനല്ലേ? മിസ്റ്റർ വിജയ്, താങ്ക് യു. TV കാണുന്നതിനേക്കാൾ ഫയർ ബ്രാൻഡാണ് മിസ്റ്റർ വിജയ്. ഞാൻ മേനോൻ, എ ഗ്രേറ്റ് ഫാൻ ഓഫ് യുവേഴ്സ്, റിട്ടയർഡ് ജഡ്ജ്. അയ്യോ, ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട സർ. ഞാൻ സാറിന്റെയും ഫാനാണ്. എന്റെയോ? ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് സാർ എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾസ് മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഫയലായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ട്രൂ വിഷൻ ചാനൽ അടുത്ത മാസം നടത്തുന്ന നീതിമേളയിലേക്ക് സാറിനെ ഒന്ന് വന്ന് ക്ഷണിക്കാൻ ഞാൻ നേരിട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ഓ, മൈ പ്ലഷർ. ഇവിടെ വിജയ് പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. ഈ ഭാഗത്ത് കോർപ്പറേഷൻ ചട്ടങ്ങൾ അനുസരിച്ച് കെട്ടിയിരിക്കുന്ന ഒറ്റ കെട്ടിടം പോലും ഇല്ല. എന്നിട്ടും തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കാനാണ് എല്ലാവർക്കും ധൃതി. സർ, ജസ്റ്റ് എ മിനിറ്റ്. ഫ്രെഡി, ഗെറ്റ് റെഡി. സർ, ഈ പറഞ്ഞത് ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഒരിക്കൽ കൂടി പറയണം. ഇപ്പോഴോ? സർ, പ്ലീസ്. ഒരു എക്സ്പേർട്ട് കമന്റ് കൂടി ഉണ്ടെങ്കിൽ ഇന്നത്തെ എന്റെ സ്റ്റോറി സ്ട്രോങ്. താങ്ക് യു സർ. ഫ്രെഡി, റോളിംഗ്. യെസ് സർ. പറഞ്ഞോളൂ സർ. ഫുട്പാത്തിൽ സർ, ഇവിടെ നോക്കി. ഫുട്പാത്തിൽ നിന്ന് കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നത് നിയമപരമായി ശരിയാണെന്നുള്ള വസ്തുത അംഗീകരിക്കുമ്പോൾ തന്നെ നിലവിലുള്ള നിയമങ്ങൾ പാലിക്കാതെ ബഹളം ഉണ്ടാക്കരുത്. എല്ലാവർക്കും കൊടുക്കണം. കിട്ടാത്തവരുണ്ടെങ്കിൽ എന്നോട് പറയാം. ഓക്കെ. ഹലോ. ഹലോ. വിച്ച് ഫ്ലോർ? അവിടെ ആരെ കാണാൻ? ഞാൻ ഇന്ന് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. 5B. 5B? What a surprise. I am in 5A. So we are neighbors. ഞാൻ ശേഖര മേനോൻ. I am a judge. Retired judge. ഹലോ സർ. Hello. I'm Jasmine. I'm a computer engineer. ഇവിടെ ഇൻസോഫ്റ്റ് മൾട്ടിമീഡിയയിൽ ഞാൻ നാളെ ജോയിൻ ചെയ്യണം. Oh, fine. ഹലോ സർ. ഹലോ. എങ്ങോട്ടാ ഭാര്യ ഭർത്താവ്? ഇവളുടെ കസിന്റെ മകളുടെ മാരേജ് ആയിരുന്നു. അങ്ങ് ബോംബെയിലാ. ഇന്ന് അതിന്റെ പാർട്ടിയാ. സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? ഫുഡ് വല്ലതും പാക്ക് ചെയ്തിട്ട് വരണോ? I am fully equipped. ഒറ്റയ്ക്ക് കുറച്ച് ദിവസം തിന്നും കുടിച്ചും കഴിയുന്നതിന് സുഖം നമുക്കല്ലേ അറിയുള്ളൂ, അല്ലേ കേമളെ? അതിപ്പോ ഇവിടെ നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പറയാ? ഓക്കെ, ബൈ. ശരി, ബൈ. ഓ, സോറി. ഇറ്റ്സ് ഓക്കേ. ഇന്നിങ്ങോട്ട് മൂവ് ചെയ്ത സ്ഥിതിക്ക് എല്ലാം ഒന്ന് സെറ്റിൽഡ് ആയി വരുന്നേ ഉള്ളൂ അല്ലേ? അതെ, ഞാനെല്ലാം ഒന്ന് അൺപാക്ക് ചെയ്തിട്ട് കൂടിയില്ല. അല്ല, അപ്പോ ഫാമിലി ഒക്കെ?
ഫാമിലി എന്ന് പറയാൻ പാരൻസേ ഉള്ളൂ. ദേ ലിവ് ഇൻ ബോംബെ. എൻ്റെ മോളും മരുമോനും ഡോക്ടേഴ്സാ. അവർ ഡൽഹി പോയിരിക്കുക ഒരു കോൺഫറൻസിന്. ക്രിസ്മസിൻ്റെ അന്നേ വരൂ. കൊച്ചുമക്കൾ രണ്ടുപേരും കൂടെ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയിരിക്കുക. അവരും ഇനി 5 ദിവസം കഴിഞ്ഞേ വരും. ഇതാ കണ്ടില്ലേ, കുക്ക് ചെയ്യാനുള്ള വകുപ്പൊക്കെ സംഘടിപ്പിച്ച് വരിക. അല്ല, വാട്ട് അബൌട്ട് യു? പാചകത്തിന്റെ ഏർപ്പാടൊക്കെ? ഞാൻ ഇതേവരെ അതേപ്പറ്റി ആലോചിച്ചിട്ടില്ല. ആലോചിക്കാനൊന്നുമില്ല. ജാസ്മിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ അത്താഴം എൻ്റെ ഒപ്പം. അയ്യോ വേണ്ട. ഏയ് മറ്റൊന്നും പറയണ്ട. എൻ്റെ ഈ ഏകാന്തവാസത്തിനിടയ്ക്ക് ഓർക്കാതെ കിട്ടിയ അയൽക്കാരിയാണ് കുട്ടി. സ്ട്രൈറ്റ് ഔട്ട് ഓഫ് ദ ബ്ലൂസ്. അപ്പോൾ 8:30 മണിക്ക് ഇങ്ങോട്ടെത്തുക. എൻ്റെ കൈപുണ്യം നേരിട്ടറിയുക. ഓക്കെ ഓക്കെ ഓക്കെ. അതെ, കുട്ടി ഒട്ടും പേടിക്കണ്ട. ഞാൻ ഒരു അപകടകാരിയല്ല. ഐ ആം എ ഹാംലെസ് ഓൾഡ് മാൻ. ഓക്കെ.